നമുക്കറിയാം 22-ാം സങ്കീർത്തനം കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ അനുഭവിച്ച വ്യഥകളെക്കുറിച്ചുള്ള കീർത്തനമാണ്. ആ ഒരു സങ്കീർത്തനത്തിൽ തന്നെ ഇതിൻ്റെ 26ഓളം പ്രവചനങ്ങൾ നമ്മുടെ കർത്താവിൽ നിവർത്തിക്കുന്ന കാണാം. ആ സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം നമ്മുടെ കർത്താവ് കാൽവറിയിൽ പറഞ്ഞ മൊഴികളിൽ ആദ്യത്തെ ഒരു മൊഴിയാണ്. എന്താണത്? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന്. അവൻ്റെ അവസാന മൊഴി അവസാന വാക്യം കർത്താവ് ക്രൂശിൽ പറഞ്ഞ അവസാന മൊഴിയിൽ ഒന്നാണ്. ടെറ്റ്ലസ്റ്റായി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, സകലവും നിവൃത്തിയായി. 26 പ്രവചനങ്ങളിൽ ഒറ്റ കീർത്തനത്തിൽ നമ്മുടെ കർത്താവിൻ്റെ നിവർത്തിക്കപ്പെടുന്നു. ഞാൻ കൂടെ പറയാറുണ്ട്, നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിൽ ഓരോന്നും സംഭവിക്കുമ്പോഴും നമ്മുടെ കർത്താവ് പറഞ്ഞു, തിരുവെഴുത്ത് നിവർത്തിയാകുവാൻ ഇങ്ങനെ സംഭവിച്ചു, തിരുവെഴുത്ത് നിവർത്തിയാകുവാൻ ഇങ്ങനെ സംഭവിച്ചു, തിരുവെഴുത്ത് നിവർത്തിയാകുവാൻ ഇങ്ങനെ സംഭവിച്ചു. യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചെല്ലാം തിരുവെഴുത്തിൻ്റെ നിവർത്തിയായിരുന്നെങ്കിൽ എൻ്റെ കർത്താവ് അറിയാതെ, എൻ്റെ കർത്താവ് അനുവദിക്കാതെ എനിക്കൊന്നും സംഭവിക്കത്തില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കൈ ഉയർത്തി വാ തുറന്ന ശക്തിയോടെ സ്തോത്രം. ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ നമുക്കൊന്നും സംഭവിക്കില്ല. സാധാരണ ഒരു പഴയ പാട്ടുകൾ നമ്മൾ പാടാറുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ആ പാട്ടിങ്ങനെയാണ്: എന്തലയിലെ മൂടികളുമെല്ലാം പാടിയേ നിർണയമാവേൻ. അറിയാമെന്ന് തോന്നില്ലേ? എന്മോയിലെ മൂടികളുമെല്ലാം നിർണയം അവനൻ നീ അറിയുന്നു. ഒന്നാതിൽ നീലാത്തു വീണിടണം എങ്കിൽ, ഒന്നാതിൽ നീലാത്തു വീണിടണം എങ്കിൽ ഉന്നതനറിഞ്ഞേ സാധ്യമായിടോ അത്യുന്നതന. പ്രൈസ് ലോർഡ്. ഫീഡ്ബാക്ക് ഇച്ചിടുന്ന ശബ്ദം കേട്ടത്. അപ്പം എന്നാ നമ്മൾ പാടിയത്? നമ്മുടെ തലയിലെ എന്ന് പറഞ്ഞ് മുടികളെല്ലാം ആരെണ്ണി അറിയുന്നു? കർത്താവ്. തലയിലെ മുടി എണ്ണി എത്ര പേര് പിടിച്ചിട്ടുണ്ട്? അറിയില്ല. തലയിൽ എത്ര മുടിയുണ്ടെന്നറിയാമോ? അറിയത്തില്ല. എന്നാൽ പിന്നെ നാളെ തലമുടി എണ്ണിയേക്കാമെന്ന് വിചാരിച്ച് പരസ്യമായി നിന്ന് തലമുടി അങ്ങ് എണ്ണിയേക്കരുത്. വല്ലവരോടും കൊണ്ട് അഡ്മിറ്റാക്കും. തലയിൽ എത്ര മുടിയുണ്ടെന്നറിയില്ല. പക്ഷേ ഈ അടുത്ത സമയത്ത് ഒരു ഇംഗ്ലീഷ് മാഗസിൻ ഞാൻ വായിച്ചു. പ്രായപൂർത്തിയായൊരു മനുഷ്യൻ്റെ ശരീരത്തിൽ 1,80,000 തലമുടി നാരുണ്ട്. അത് വായിച്ചപ്പോഴായി വാക്യത്തിൻ്റെ പാട്ടിൻ്റെ അർത്ഥം എനിക്ക് പിടികിട്ടിയത്. 1,80,000 തലമുടി നാരിൽ ഒന്ന് നിലത്ത് വീണാൽ ദൈവം അറിയുമെങ്കിൽ, ഈ ഹാളിൽ വന്ന ദൈവവേദനയെ ഒരു തലം മാത്രമുണ്ട് തലവേദന കർത്താവ് അറിയുന്നില്ലയോ? 1,80,000 തലമുടി നാലിൽ ഒന്ന് നിലത്ത് വീണാൽ ദൈവം അറിയുമെങ്കിൽ ഒരു ഹൃദയം മാത്രമുള്ള ഹൃദയത്തിൻ്റെ വേദന കർത്താവ് അറിയുന്നില്ലയോ? 1,80,000 തലമുടി നാലിൽ ഒന്ന് നിലത്ത് വീണാൽ ദൈവം അറിയുമെങ്കിൽ ഒരു വയറ് മാത്രമുള്ള വയറിൻ്റെ വിശപ്പ് ദൈവം അറിയുന്നില്ലയോ? 1,80,000 തലമുടി നാലിൽ ഒന്ന് നിലത്ത് വീണാൽ ദൈവം അറിയുമെങ്കിൽ 2 കുഞ്ഞുങ്ങളെ തന്നെങ്കിൽ അവരുടെ പ്രായം ദൈവം അറിയുന്നില്ലയോ? എൻ്റെ ദൈവം അറിയാതെ, എൻ്റെ ദൈവം അനുവദിക്കാതെ നമുക്കൊന്നും സംഭവിക്കത്തില്ല. എൻ്റെ ദൈവം അറിയാതെ ഒരുവൻ നിന്റെ നേരെ നിൽക്കത്തില്ല. എൻ്റെ ദൈവം അനുവദിക്കാതെ ഒരുവൻ നിന്റെ നേരെ വിരൽ ചൂണ്ടത്തില്ല. കരങ്ങളടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, എൻ്റെ കർത്താവ് അറിയാതെ. ശക്തിയോടെ കരങ്ങളടിച്ച് അത്തരങ്ങൾ ചൊറും ദൈവത്തെ മഹത്വപ്പെടുത്ത്. ആര് ഭരിക്കാൻ കയറിയാലും എൻ്റെ ദൈവം അറിയാതെ, എൻ്റെ ദൈവം അനുവദിക്കാതെ എനിക്കൊന്നും സംഭവിക്കത്തില്ല. അവൻ നന്നായി അറിഞ്ഞ എല്ലാം എനിക്ക് സംഭവിക്കത്തുള്ളൂ. അഥവാ യേശു ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന വ്യക്തിത്വങ്ങളെ വന്യമൃഗങ്ങളോട് ഉപമിച്ച് കീർത്തനത്തിൽ എഴുതിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ വായിച്ചത്, സിംഹത്തിൻ്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമരുളുന്നു. അപ്പോൾ കർത്താവായ യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ സിംഹം വാവളർ നിൽക്കുന്നു, കാട്ടുപോത്തുക്കൾ നിൽക്കുന്നു. 12-ാം വാക്യം നോക്കിയാട്ട് 12-ാം വാക്യം 12-ാം വാക്യം, അനേക കാളകൾ എന്നെ വളഞ്ഞു, പിന്നെ ബാശാൻ കൂറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു. ഇനി 16-ാം വാക്യം നോക്കിയാട്ട് 16-ാം വാക്യം, നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടവും
അപ്പോൾ യേശു കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന വ്യക്തിത്വങ്ങളെ വന്യമൃഗങ്ങളോട് ഉപമിച്ച് ഇവിടെ എഴുതിയിരിക്കുന്നു. ഒന്ന്, സിംഹം വാവളം നിൽക്കുന്നു, കാട്ടുപോത്തുകൾ നിൽക്കുന്നു, ബാശാൻ കൂറ്റന്മാർ നിൽക്കുന്നു, കാളകൾ നിൽക്കുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം സിംഹം ആരാണെന്ന്. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങണമെന്ന് നോക്കി നടക്കുന്നു. യേശു കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിൽ ദുഷ്ട പിശാചും അവന്റെ 1000 ദൂതന്മാരും നിൽക്കുന്നു. ബാശാൻ കൂറ്റന്മാർ റോമൻ ഭരണാധികാരികളാണ്. കാള യഹൂദന്റെ സിംബലാണ്. സ്വന്തം ജനമായ യഹൂദന്മാർ യേശുവിനെതിരായി നിൽക്കുന്നു. നായ്ക്കൾ റോമാക്കാരുടെ സിംബലാണ്. ജാതികൾ, അന്യജാതിക്കാർ കർത്താവിനെതിരായി നിൽക്കുന്നു. നോക്കൂ, പിശാചി കർത്താവിനെതിരായി നിൽക്കുന്നു. അവന്റെ 1000 ദൂതന്മാർ അവന്റെ നിൽക്കുന്നു. സ്വന്തക്കാരെതിരായി നിൽക്കുന്നു, ബന്ധുക്കളെതിരായി നിൽക്കുന്നു, ഭരണാധികാരികൾ എതിരായി നിൽക്കുന്നു. അതിന്റെ നടുവിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു. ഈ രാവിലെ ആരാധനയ്ക്ക് വന്ന ദൈവവേദലേ, പിശാചും അവന്റെ 1000 ദൂതന്മാരും നിനക്കെതിരായി മാറട്ടെ. സ്വന്തക്കാർ നിനക്കെതിരാകട്ടെ, ബന്ധുക്കൾ നിനക്കെതിരാകട്ടെ, ലോകം മുഴുവൻ നിനക്കെതിരാണെങ്കിലും ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ജയം പിശാചിനല്ല, ജയം യേശുവിനാണ്, ജയം നിനക്കാണ്. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, ഓ ഭാഷക്കാരാദിയ, ജയം പിശാചിനല്ലെന്ന് പറ, ജയം യേശുവിനാണെന്ന് പറ, ജയം നിനക്കാണെന്ന് പറ. എത്ര പേർക്ക് ശക്തിയോടെ ദൈവത്തെ ആരാധിപ്പാൻ കഴിയും? 1000 പ്രാവശ്യം പറഞ്ഞാലും മതി വരാത്തൊരു വാക്യം ബൈബിളിലുണ്ട്. ആ വാക്യം ഇതാണ്: ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ, ഉറക്കം പറ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ. ലോകം മുഴുവൻ നമുക്ക് അനുകൂലവും ദൈവം നമുക്ക് പ്രതികൂലമാകുന്നതിനേക്കാൾ ലോകം മുഴുവൻ നിനക്കെതിരാണെങ്കിലും എൻ്റെ ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ജയം നിനക്കാണ്. ദൈവവേദനേ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഒരു പദം എഴുതിയുണ്ട്, സിംഹത്തിന്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. മലയാളത്തിൽ രക്ഷിക്കണമേ എന്നാണെങ്കിൽ വേദപുസ്തകം എഴുതപ്പെട്ട ഭാഷയിൽ കൊടുത്തിരിക്കുന്ന സാൽ എന്ന പദമാണ്. ആ വാക്കിന്റെ അർത്ഥം സിംഹത്തിന്റെ വായിൽ നിന്ന് എന്നെ വലിച്ചെടുക്കണമേ എന്നാണ്. വലിച്ചെടുക്കണമേ എന്നാണ്. ഇന്ന് രാവിലെ കർത്താവിനെ ആരാധിക്കുന്ന ദൈവവേദനേ, നമ്മുടെ ദൈവം നമ്മളെ വലിച്ചെടുക്കുന്ന ദൈവമാണ്. എവിടെ നിന്ന്? മരണത്തിന്റെ വായിൽ നിന്ന്, അനർത്ഥത്തിന്റെ വായിൽ നിന്ന്, അപകടത്തിന്റെ വായിൽ നിന്ന് അവൻ നമ്മെ വലിച്ചെടുക്കുവാൻ ശക്തനാണ്. ഞാൻ കൂടെ കൂടെ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, നമ്മുടെ കർത്താവിന് നമ്മെ തീക്കകത്തിടാതെ വിടുവിപ്പാൻ കഴിയും. എന്നാൽ തീയുടെ ബലം കെടുത്തി വിടുവിപ്പാനും അവൻ ശക്തിയുള്ള ദൈവമാണ്. നമ്മെ സിംഹക്കൂട്ടിലിടാതെ വിടുവിപ്പാൻ അവന് കഴിയും. എന്നാൽ സിംഹങ്ങളുടെ വായടച്ച് വിടുവിപ്പാനും അവൻ ശക്തിയുള്ള ദൈവമാണ്. കാൻസർ വരാതെ കാക്കാൻ അവന് കഴിയും. ഡയബറ്റീസ് വരാതെ കാക്കാൻ അവന് കഴിയും. ബ്ലഡ് പ്രഷർ വരാതെ കാക്കാൻ അവന് കഴിയും. എന്നാൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു, ക്യാൻസറിന്റെ വായിൽ നിന്ന്, ഹാർട്ട് അറ്റാക്കിന്റെ വായിൽ നിന്ന്, ബ്ലഡ് പ്രഷറിന്റെ വായിൽ നിന്ന് നിന്നെ വലിച്ചെടുക്കുവാനും അവൻ ശക്തിയുള്ള ദൈവമാണ്. കരങ്ങൾ അടിച്ചു തുടങ്ങിയാട്ട് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. അനർത്ഥത്തിന്റെ വായിൽ നിന്ന്, അപകടത്തിന്റെ വായിൽ നിന്ന്, മരണത്തിന്റെ വായിൽ നിന്ന് അവൻ നിന്നെ വലിച്ചെടുക്കുന്ന ദൈവമാണ്. കരങ്ങളടിച്ച്, എല്ലാ കരവും അടിച്ചേ കുഞ്ഞേ, വായം തുറന്നേ കുഞ്ഞേ, ശക്തിയോടെ ദൈവത്തെ സ്തുതിക്ക. വലിച്ചെടുക്കും. ഈ 18-ാം സങ്കീർത്തനം അതിലെഴുതിയിരിക്കുന്ന മരണവാശകൾ എന്നെ ചുറ്റി, പാതാള വേദനകളെ പിന്തുടർന്നു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. അയ്യോ യഹോവേ. അപ്പം മരണവാശം എന്നെ ചുറ്റി, പാതാള വേദന എന്നെ പിന്തുടർന്നു. അവിടെ മലയാളത്തിൽ മരണവാശം ചുറ്റി എന്നൊക്കെ ആണെങ്കിൽ അത് എഴുതപ്പെട്ട ഭാഷ ഒറിജിനൽ ട്രാൻസ്ലേഷൻ ഇങ്ങനെയാ: കർത്താവേ, എൻ്റെ വഴിയാത്രകളിൽ എന്നെ കുടുക്കിലാക്കുവാൻ, എന്നെ കണിയിലാക്കുവാൻ മരണം കുടുക്കുരുക്കി, മരണം കണിയൊരുക്കി എന്നെ കാത്തിരുന്നു. എന്നാൽ നീയോ യഹോവേ, ഞാനറിയാതെ ആ മരണവാശങ്ങളെ വെട്ടിമാറ്റി. നീ എന്നെ വിടുവിച്ചതിനാൽ ഞങ്ങൾ സ്തുതിക്കുന്നു. ഇന്ന് രാവിലെ ഹോളിൽ വന്ന ദൈവവേദനയെ, നിന്റെ പ്രിയപ്പെട്ടവൻ യാത്ര ചെയ്തപ്പോൾ, നിന്റെ പ്രിയപ്പെട്ടവൾ യാത്ര ചെയ്തപ്പോൾ, നിന്റെ കുഞ്ഞ് യാത്ര ചെയ്തപ്പോൾ മരണം കണിയൊരുക്കി. ഓ ഹല്ലേലൂയ. മരണം കുടുക്കൊരുക്കി, മരണം വലയൊരുക്കി നിന്നെ കാത്തിരുന്നു, നിന്റെ തലമുറയെ കാത്തിരുന്നു. ഓ ഹല്ലേലൂയ. എന്നാൽ നീ അറിയാതെ, നിന്റെ കുഞ്ഞറിയാതെ, നിന്റെ പ്രിയപ്പെട്ടവനറിയാതെ സ്വർഗത്തിലെ ദൈവം ആ മരണവാശങ്ങളെ വെട്ടിമാറ്റി. വെട്ടിമാറ്റി. കരങ്ങളടിച്ചവനെ സ്തുതിച്ചാട്ട്. വെട്ടിമാറ്റി അവൻ നിന്നെ വിടുവിച്ചു. ഹല്ലേലൂയ. സിംഹത്തിന്റെ വായിൽ നിന്ന് വിടുവിക്കണമേ. കാട്ടുപോത്തിന്റെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമള്ളുന്നു. സിംഹം വാവളം നിൽക്കുന്നു, കാട്ടുപോത്തുക്കൾ നിൽക്കുന്നു. കാട്ടുപോത്ത് എന്ന ഏകവചനമല്ല അവിടെ എഴുതിയിരിക്കുന്നത്, കാട്ടുപോത്തുക്കൾ എന്ന ബഹുവചനമാണ്. ഈ വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ ഈ കാട്ടുപോത്തുക്കളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. യോബിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, കാട്ടുപോത്ത് നിന്നെ വഴിപ്പെട്ട് സേവിക്കുമോ, അത് നിന്റെ പുൽത്തൊട്ടിക്കരിയെ പാർക്കുമോ, അതിനെ നിനക്ക് ഒഴിവിന് കൊണ്ടുപോകാമോ,
അതിന് ശക്തി വലുതാകിയാൽ നിനക്കതിനെ വിശ്വസിക്കാൻ കഴിയുമോ? അങ്ങനെ പല കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. അപ്പോൾ യജമാനനെ അനുസരിക്കാത്ത ജീവിയാണ് കാട്ടുപോത്ത്. യോബിന്റെ പുസ്തകത്തിൽ അത് 39 അധ്യായം 9 മുതൽ വാക്യങ്ങളുണ്ട്. യജമാനെ അനുസരിക്കാത്ത ജീവി, ശക്തിയേറിയ ജീവി, ബലമേറിയ ജീവി. കാട്ടുപോത്തിന്റെ കൊമ്പിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് സങ്കീർത്തനം 92:10, എങ്കിലും എൻ്റെ കൊമ്പ് നീ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും. സംഖ്യാപുസ്തകം 23:20 എഴുതിയിരിക്കുന്നത് കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. അപ്പൊ ബലമേറിയ ജീവി, ശക്തിയേറിയ ജീവി, അനുസരിക്കാത്ത ജീവി, വലിയ ബലമുള്ള കൊമ്പുള്ള ജീവി. ഈ കാട്ടുപോത്ത് ഒന്നിച്ചു വന്നാൽ, ശ്രദ്ധിക്കണം, ഒന്നിച്ചു വന്നാൽ കാട്ടിലെ രാജാവായ സിംഹം രക്ഷപ്പെടില്ല. കാട്ടുപോത്തുക്കൾ ഒന്നിച്ചു വന്നാൽ ഏറ്റവും ബലമേറിയ ജീവിയായ ആന രക്ഷപ്പെടില്ല. നിങ്ങൾ ഈ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം, ഈ കാട്ടുപോത്തുക്കൾ ഒന്നിച്ചു ചേർന്ന് ചില സിംഹത്തെ ഇങ്ങനെ ഫുട്ബോൾ കളിക്കുന്നത്, ഇങ്ങനെ തട്ടി അങ്ങോട്ടിട്ട് കൊടുക്കും, ഇങ്ങോട്ടിട്ട് കൊടുക്കും. അപ്പൊ കാട്ടുപോത്തിന്റെ കൊമ്പുകൾക്കിടയിൽ ഒരു സിംഹമകപ്പെട്ടാൽ രക്ഷപ്പെടില്ല, ഒരാന അകപ്പെട്ടാൽ രക്ഷപ്പെടില്ല. അങ്ങനെയാണെങ്കിൽ ഒരാടകപ്പെട്ടാലോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. രാവിലെ ഹോളിൽ വന്ന ദൈവവേദലേ, കാട്ടിലെ രാജാവായ സിംഹം രക്ഷപ്പെടാത്തിടത്ത്, ആന രക്ഷപ്പെടാത്തിടത്ത് ദൈവത്തിൻ്റെ ആടേ നിന്നെ അവൻ രക്ഷപ്പെടുത്തും. നിന്നേക്കാൾ സ്വാധീനതയും പിടിപാടുമുള്ള ആളുകൾ അകപ്പെട്ടിട്ട് രക്ഷപ്പെടാത്തിടത്തുനിന്ന് ദൈവം നിന്നെ രക്ഷപ്പെടുത്തുന്ന ദൈവമാണ്. തുറന്ന് എത്ര പേർക്ക് ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും? കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട്. പണമുള്ള, സ്വാധീനമുള്ള, പിടിപാടുള്ള, സമ്പത്തുള്ള പലർ അകപ്പെട്ടിട്ട് രക്ഷപ്പെടാൻ കഴിയാത്തിടത്ത് ദൈവം നിന്നെ രക്ഷപ്പെടുത്തും. സിംഹത്തിൻ്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമരുളും. സിംഹത്തിൻ്റെ വായിൽ നിന്ന് ദൈവത്താൽ രക്ഷപ്പെട്ട, കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾക്കിടയിൽ ദൈവത്താൽ വിടുവിക്കപ്പെട്ട 1-2 വ്യക്തികളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം. നിങ്ങൾക്കറിയാമെങ്കിലും ന്യായാധിപന്മാരുടെ പുസ്തകം എടുത്താട്ട്, ന്യായാധിപന്മാരുടെ പുസ്തകം 14 അധ്യായം 5-6 വാക്യങ്ങൾ. ന്യായാധിപന്മാർ 14-5-6 വാക്യങ്ങൾ വായിക്കാം. യെസ്. യെസ്, ഒന്നുകൂടെ ആ വാക്യം വായിച്ചാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. അങ്ങനെ ശിംശോനും അവൻ്റെ അപ്പനും അമ്മയും തിമ്നയിലേക്ക് പോയി. തിമ്നക്കരികെയുള്ള ഒരു മുന്തിരിത്തോട്ടത്തിലെത്തിയപ്പോൾ ഒരു ബാലസിംഹം ആരുടെ നേരെ? ഹലോ, ഉറക്കെ പറ. ശിംശോൻ്റെ നേരെ. ശിംശോൻ്റെ അപ്പൻ മുമ്പേ പോകുന്നു, അമ്മ പുറകിന് പോകുന്നു, അതിൻ്റെ പുറകിൽ ശിംശോൻ പോകുന്നു. സിംഹത്തിന് അപ്പനെ വേണ്ട, സിംഹത്തിന് അമ്മയെ വേണ്ട, സിംഹത്തിന് വേണ്ടത് ശിംശോനെയാണ്. അഭിഷേകമില്ലാത്ത അപ്പനെ സിംഹത്തിന് വേണ്ട, അഭിഷേകമില്ലാത്ത അമ്മയെ സിംഹത്തിന് വേണ്ട, സിംഹത്തിന് വേണ്ടത് അഭിഷേകമുള്ള നിന്നെയാണ്. ഒന്നുകൂടെ ശക്തിയോടെ സ്തോത്രം പറഞ്ഞ ദൈവമക്കളൊക്കെ ദൈവത്തോട് ചിലപ്പോൾ ചോദിക്കാറുണ്ട്, കർത്താവേ, നിന്നെ സേവിപ്പാൻ ഇറങ്ങിയിട്ടും എൻ്റെ കുടുംബക്കാരിൽ പലർക്കും ഇല്ലാത്ത കഷ്ടത എനിക്കെന്തുകൊണ്ടാണ്, എൻ്റെ വീട്ടുകാരിൽ പലർക്കും ഇല്ലാത്ത ക്ലേശം എനിക്കെന്തുകൊണ്ടാണ്? അതിന് മറുപടി, അപ്പൻ്റെ നേരെ ചെല്ലാത്ത സിംഹം, അമ്മയുടെ നേരെ ചെല്ലാത്ത സിംഹം നിൻ്റെ നേരെ വരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നിൻ്റെ മേൽ അഭിഷേകമുണ്ട്, നിൻ്റെ മേൽ അഭിഷേകമുണ്ട്. സിംഹത്തിന് നോട്ടം അഭിഷേകമുള്ള ദൈവവൈതലിനെയാണ്. എത്ര പേർക്ക് ശക്തിയോടെ സ്തോത്രം പറയാൻ കഴിയും? ഈ വേദപുസ്തകത്തിൽ ദാവീദ് പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേൽ പറയേണ്ടതെന്തെന്നാൽ എൻ്റെ ബാല്യം മുതൽ പലപ്പോഴും അവൻ എന്നെ ഉപദ്രവിച്ചു, എങ്കിലും അവൻ ജയിച്ചില്ല. ഒരു സഭയിൽ 500 വിശ്വാസി ഉണ്ടെങ്കിലും പ്രാർത്ഥിക്കുന്ന, കരയുന്ന, കൃപയിൽ ജീവിക്കുന്ന ഒരു ദൈവപൈതലുണ്ടെങ്കിൽ അവനായിരിക്കും പ്രതിസന്ധികൾ കൂടുതൽ. ചിലർ പറയും, നീ എന്നെപ്പോലെ ഞാൻ ഉപവസിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, കരയുന്നില്ല, നിനക്കാണല്ലോ എപ്പോഴും പ്രശ്നം. എനിക്കൊരു പ്രശ്നമില്ലല്ലോ, ഞാൻ കൂട്ടായ്മയ്ക്കും വരുന്നില്ല, ഉപവസിക്കുന്നുമില്ല, കരയുന്നുമില്ല. കാരണം നീ സാത്താൻ്റെ ആമാശയത്തിൽ കിടക്കുക. പ്രതിസന്ധിയുള്ളത്, പ്രശ്നമുള്ളത് അഭിഷേകമുള്ളവനാ. മറ്റു പലരുടെയും നേരെ ചെല്ലാത്ത സിംഹം നിൻ്റെ നേരെ വരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നിൻ്റെ മേൽ അഭിഷേകമുണ്ട്. ദൈവവേദനയെ എത്ര പേർക്ക് വാ തുറന്ന് ശക്തിയോടെ സ്തോത്രം പറയാം. നിൻ്റെ യോസഫിൻ്റെ വീട്ടിൽ എത്ര പിള്ളേരുണ്ടായിരുന്നു? ഈശോയുടെ വീട്ടിൽ 8 പിള്ളേരുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും അധികം ക്ലേശം സഹിക്കേണ്ടി വന്നത് അവിടെ ദർശനം കാണുന്ന ഒരുവനുണ്ടായിരുന്നു. യോസഫ് അവനായിരുന്നു. സ്വതന്ത്രം 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 സ്വതന്ത്രം. യോസഫിൻ്റെ വീട്ടിൽ 13 പിള്ളേരായിരുന്നു. ഈശോയുടെ വീട്ടിൽ 8 പിള്ളേരുണ്ടായിരുന്നു. അവിടെ ഏറ്റവും അധികം കഷ്ടം സഹിക്കേണ്ടി വന്നത് അഭിഷേകമുള്ള ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു.
ഹല്ലേലൂയ. ദാവീദ് അവനായിരുന്നു. ദൈവവേദനയിലെ പ്രതിസന്ധി ഏറ്റവും അധികം വരുന്നത് കൃപയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവനാ. പക്ഷെ ആ പദം കേട്ടോണം, ഇസ്രായേൽ പറയേണ്ടതെന്നാൽ ശത്രു പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു, എങ്കിലും അവൻ എന്നെ ജയിച്ചില്ല. ശത്രു ഉപദ്രവിക്കും, പക്ഷെ ജയം ശത്രുവിനായിരിക്കില്ല, ജയം നിനക്കായിരിക്കും. കൈകളടിച്ച് ശക്തിയോടെ സ്തോത്രം പറഞ്ഞാൽ, നിന്റെ ബാല്യം മുതൽ പലപ്പോഴും ശത്രു നിന്നെ ഉപദ്രവിക്കും, എന്നാൽ ജയം പിശാചിനല്ല, ജയം യേശുവിനാണ്, ജയം ദൈവവൈതലിനാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, അപ്പൻ മുമ്പേ പോകുന്നു, പുറകിന് അമ്മ പോകുന്നു, അതിന്റെ പുറകിന് ശിംശോൻ പോകുന്നു. അപ്പോൾ ഒരു ബാലസിംഹം ആരുടെ നേരെ അലറി വന്നു? പറഞ്ഞാട്ട്, ശിംശോന്റെ നേരെ അലറി വന്നു. അടുത്ത വാക്യം ആരാ വായിച്ചേ? ഒന്ന് വായിച്ചേ. അപ്പോൾ യഹോവയുടെ ആത്മാവും, എല്ലാവരോടും ഒന്ന് പറഞ്ഞേ, അപ്പോൾ. ഉറക്കെ പറ, അപ്പോൾ. ഇത്ര ശക്തിയുള്ള ഉറക്കെ. അപ്പോൾ എപ്പോൾ? അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. എപ്പോൾ? സിംഹം വന്നപ്പോൾ യഹോവയുടെ ആത്മാവും അവന്റെ മേൽ വന്നു. കയ്യിലൊന്നുമില്ലാതിരിക്കെ, കൂടെ ആരുമില്ലാതിരിക്കെ ആ സിംഹത്തെ അവൻ വലിച്ചു കീറിക്കളഞ്ഞു. ഇന്ന് രാവിലെ ആരാധനയ്ക്ക് വന്ന ദൈവവൈതലേ, പരിശുദ്ധാത്മാവിൽ ഞാൻ നിന്നോട് പറയാം, എപ്പോൾ കൃപ ആവശ്യമുണ്ടോ അപ്പോൾ കൃപ നിന്റെ മേൽ വരും. എപ്പോൾ അഭിഷേകം ആവശ്യമുണ്ടോ അപ്പോൾ അഭിഷേകം നിന്റെ മേൽ വരും. എപ്പോൾ ശക്തി ആവശ്യമുണ്ടോ അപ്പോൾ ശക്തി നിന്റെ മേൽ വരും. കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിപ്പാൻ കഴിയുമോ? ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. അപ്പോൾ യഹോവയുടെ ആത്മാവിന്റെ മേൽ വന്നു. കയ്യിലൊന്നുമില്ലാതിരിക്കെ, കൂടെ ആരുമില്ലാതിരിക്കെ അവൻ ആ സിംഹത്തെ വലിച്ചു കീറിക്കളഞ്ഞു. ദൈവം നിന്റെ മേൽ അഭിഷേകം തന്നത് കേവലം ചില അന്യഭാഷകൾ പറഞ്ഞ് നിർത്താൻ വേണ്ടിയല്ല. ദൈവം നിന്റെ മേൽ അഭിഷേകം തന്നത് കയ്യിലൊന്നുമില്ലാതിരിക്കെ, കൂടെ ആരുമില്ലാതിരിക്കെ, നിന്റെ ആത്മീയ നന്മകളെ, നിന്റെ ഭൗതിക നന്മകളെ അപകരിപ്പാൻ വരുന്ന സാത്താന്യ ശക്തികളെ വലിച്ചു കീറുവാനുള്ള അഭിഷേകം ദൈവം നിന്റെ മേൽ തന്നിരിക്കുകയാണ്. കുഞ്ഞെ, ദൈവം നിന്റെ മേൽ ആത്മാവിനെ തന്നത് ഈ ഹോളിനകത്ത് വന്ന് കരമടിച്ച് ആരാധിച്ചു പോകാൻ മാത്രമല്ല, കയ്യിലൊന്നുമില്ലാതിരിക്കെ, കൂടെ ആരുമില്ലാതിരിക്കെ നിന്നെ വിഴുങ്ങുവാൻ വരുന്ന പാപത്തിന്റെ പോകേച്ഛകളെ തകർക്കാനുള്ള അഭിഷേകം. പോരാ, ശക്തി പോരാ. തകർക്കാനുള്ള അഭിഷേകം, തകർക്കാനുള്ള അഭിഷേകം, തകർക്കാനുള്ള അഭിഷേകം ദൈവം നിന്നെ മേൽ തന്നിരിക്കുന്നു. ശക്തിയോടെ കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം.